ഹലോ, നമസ്കാരം. ഈ വീഡിയോയിൽ നോക്കുന്നത് ഡേറ്റ സ്ട്രക്ചേഴ്സിലെ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ സ്റ്റാക്ക് യൂസ് ചെയ്ത് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ ആദ്യമേ തന്നെ അതിന്റെ അൽഗോരിതം ഒന്ന് നോക്കാം. അൽഗോരിതം സ്റ്റെപ്സ് ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് ഒരു പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ പി തന്നിട്ടുണ്ടാകും. ആ തന്നിരിക്കുന്ന പിയുടെ അവസാനം ഒരു റൈറ്റ് ബ്രാക്കറ്റ് ആഡ് ചെയ്യും. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് വരുന്നത് പി ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓരോ ലെറ്ററും, പി എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ ആണല്ലോ, അപ്പൊ അതിനകത്ത് ഓപ്പറാൻഡ്സും ഓപ്പറേറ്റേഴ്സും ഉണ്ടാവും. അപ്പൊ ഈ ഓരോ സിമ്പലും റീഡ് ചെയ്യുക, അതാണ് സ്കാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലെഫ്റ്റ് ടു റൈറ്റ് പി സ്കാൻ ചെയ്യുക, അതായത് ഓരോ സിമ്പലും റീഡ് ചെയ്യുക. എന്നിട്ട് 3ഉം 4ഉം സ്റ്റെപ്പ് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുക. ഇത് പിയുടെ എൻഡിൽ നമ്മൾ ഒരു റൈറ്റ് ബ്രാക്കറ്റ് ആഡ് ചെയ്തല്ലോ, ആ റൈറ്റ് ബ്രാക്കറ്റ് എത്തുന്നത് വരെ മാത്രം ഈ ഒരു സ്കാനിങ് ചെയ്താൽ മതി. ഇനിയിപ്പോ പറഞ്ഞു ഈ സ്കാൻ ചെയ്യുന്ന സമയത്ത് 3 and 4 സ്റ്റെപ്സ് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. ഇപ്പൊ 3ഉം 4ഉം എന്താ നോക്കാം. 3 പറയുന്ന ഇതാണ്, നമുക്ക് സ്കാൻ ചെയ്യുമ്പോൾ കിട്ടുന്ന സിമ്പൽ ഒരു ഓപ്പറാൻഡ് ആണെങ്കിൽ അതിനെ സ്റ്റാക്കിലേക്ക് വെക്കുക. മുന്നേ പറഞ്ഞു സ്റ്റാക്ക് യൂസ് ചെയ്തിട്ടാണ് ഇവാലുവേഷൻ ചെയ്യുന്നത്. അപ്പോ സ്കാൻ ചെയ്യുന്ന സിമ്പൽ ഒരു ഓപ്പറാൻഡ് ആണെങ്കിൽ സ്റ്റാക്കിലേക്ക് വെക്കുക. ഇനിയല്ല ഓപ്പറേറ്റർ ആണ് വരുന്നതെങ്കിൽ, അപ്പൊ അവിടെ ഓപ്പറേറ്റർ എന്നുള്ളത് കോമൺ ആയിട്ട് ഒരു സിമ്പൽ എക്സ് എന്ന് പറയുന്ന, ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്ന സിമ്പൽ കൊണ്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ ഒരു ഓപ്പറാൻഡ് ആണ് വരുന്നതെങ്കിൽ സ്റ്റാക്കിൽ ഓൾറെഡി ഉള്ള 2 എലമെന്റ്സിനെ, ടോപ്പിലുള്ള 2 എലമെന്റ്സിനെ റിമൂവ് ചെയ്യുക. അപ്പൊ ആ 2 എലമെന്റില് സ്റ്റാക്കിന്റെ ടോപ്പിൽ നിന്നും ആദ്യം റിമൂവ് ചെയ്യുന്ന എലമെന്റിന് എ എന്ന് പേര് കൊടുക്കുക, രണ്ടാമത് റിമൂവ് ചെയ്യുന്ന എലമെന്റിന് ബി എന്നും പേര് കൊടുക്കുക. ഈ ഓപ്പറേറ്റർ എ ചെയ്യുക. ആദ്യം സ്റ്റാക്കിന്റെ ടോപ്പിലുള്ള എലമെന്റിനെ നമ്മൾ എ എന്ന് വിളിച്ചു, സ്റ്റാക്കിന്റെ അടുത്ത എലമെന്റിന്റെ, സ്റ്റാക്കിന്റെ മേളില് ഉള്ള അടുത്ത എലമെന്റിനെ, ഒരെണ്ണം പോയി കഴിഞ്ഞാൽ പിന്നെ ഉള്ളതാണല്ലോ ടോപ്പ് എലമെന്റ് എന്ന് പറയുന്നത്, ആ എലമെന്റിന് ബി എന്ന് വിളിക്കുക. എന്നിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ബി ഓപ്പറേറ്റർ എ എന്ന് തന്നെയാണ്. അതായത് രണ്ടാമത് എടുത്ത ഓപ്പറേറ്റർ എ ഇപ്പൊ പ്ലസ് ആണ് ചെയ്യുന്നതെങ്കിൽ ബി പ്ലസ് എ എന്ന് ചെയ്യുക. ഇനി ഡിവിഷൻ ആണ് ചെയ്യെങ്കിൽ ബി ഡിവൈഡഡ് ബൈ എ എന്ന് ചെയ്യുക. അത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി ആ റിസൾട്ട്, ഇപ്പൊ ഇവാലുവേറ്റ് ചെയ്ത് കിട്ടിയ ഒരു റിസൾട്ട്, അതിനെ സ്റ്റാക്കിലേക്ക് തിരിച്ച് സ്റ്റോർ ചെയ്യുക, സ്റ്റാക്കിന്റെ ടോപ്പിലേക്ക് തിരിച്ച് സ്റ്റോർ ചെയ്യുക. അപ്പൊ ഈ 2 സ്റ്റെപ്പും നമുക്ക് എത്ര റിപ്പീറ്റ് ചെയ്യണം? ഒരു റൈറ്റ് ബ്രാക്കറ്റ് വരുന്നത് വരെ റിപ്പീറ്റ് ചെയ്യണം. റൈറ്റ് ബ്രാക്കറ്റ് എക്സ്പ്രഷന്റെ എൻഡിൽ ആഡ് ചെയ്തതാണ് ആദ്യമേ. ഇനി ഇതെല്ലാം കഴിയുമ്പോ വാല്യൂ, സ്റ്റാക്കിന്റെ ടോപ്പിൽ എന്താണോ ഉള്ളത് അതാണ് നമ്മുടെ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷന്റെ റിസൾട്ട് അല്ലെങ്കിൽ ഇവാലുവേഷൻ റിസൾട്ട് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് എക്സിറ്റ് ചെയ്യുക. ഇതാണ് സ്റ്റെപ്പ്. പിന്നെ അടുത്ത് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമ്മുടെ എക്സാമ്പിൾ ഇങ്ങനെയാണ്. ഗിവൺ പി ഇതാണ്, 562 പ്ലസ് ഇൻറ്റു 12 4/- ഇതാണ് നമ്മുടെ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ. ഇതിനെയാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. അൽഗോരിതം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ ഗിവൺ എക്സ്പ്രഷനിൽ എൻഡിലായിട്ട് ഒരു റൈറ്റ് ബ്രാക്കറ്റ് ആഡ് ചെയ്യുക. ഞാൻ ആഡ് ചെയ്തു. അടുത്തത് ഗിവൺ എക്സ്പ്രഷൻ ലെഫ്റ്റ് ടു റൈറ്റ് സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്യുമ്പോൾ സ്കാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓരോ എലമെന്റിനെയും റീഡ് ചെയ്യുക എന്നാണ്. ഇവിടെ ഓപ്പറാൻഡ്സും ഓപ്പറേറ്റേഴ്സും ആണ് ഉള്ളത്. ഇപ്പൊ ലെഫ്റ്റ് ടു റൈറ്റ് നമുക്ക് ഓരോ എലമെന്റും സ്കാൻ ചെയ്ത് പോകാം. സ്കാൻ ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് കിട്ടുന്ന സിമ്പൽ 5 ആണ്.
5 സ്കാൻ ചെയ്തു. അതൊരു ഓപ്പറാൻഡ് ആയതുകൊണ്ട് അൽഗോരിതം പറയുന്നത് ഇതാണ്, ഓപ്പറാൻഡ് ആണെങ്കിൽ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യാനാണ്. ഇപ്പൊ 5 സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. അടുത്ത് സ്കാൻ ചെയ്യുന്ന എലമെന്റ് 6 ആണ്, അതും ഓപ്പറാൻഡ് തന്നെയാണ്, അതുകൊണ്ട് അതും സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുന്നു. 5 ഓൾറെഡി സ്റ്റാക്കിലുണ്ട്, 6ഉം കൂടെ സ്റ്റാക്കിലേക്ക് പുട്ട് ചെയ്തു. അടുത്തത് 2 ആണ്. 2 അഗെയിൻ ഓപ്പറാൻഡ് ആയതുകൊണ്ട് സ്റ്റാക്കിൽ ഇപ്പോൾ ഉള്ള കണ്ടന്റ് 5, 6 അതിന്റെ മുകളിലായിട്ട് 2 വെച്ചു. അത് കഴിഞ്ഞിട്ട് വരുന്നത് പ്ലസ് ആണ്. പ്ലസ് ഒരു ഓപ്പറേറ്റർ ആണ്, അതുകൊണ്ട് തന്നെ ഓപ്പറേറ്റർ വന്നാൽ അൽഗോരിതം പറയുന്നത് സ്റ്റാക്കിലെ ടോപ്പിലുള്ള 2 എലമെന്റ്സിനെ റിമൂവ് ചെയ്യാനാണ്. ഇവിടെ ടോപ്പിലുള്ള 2 എലമെന്റ്സ് 2ഉം 6ഉം ആണ്. അങ്ങനെ റിമൂവ് ചെയ്യുന്നതിൽ ആദ്യം റിമൂവ് ചെയ്യുന്ന എലമെന്റിന് എ എന്ന് വിളിക്കാൻ അൽഗോരിതം പറഞ്ഞു. ഇപ്പൊ എയില് 2 വരും. രണ്ടാമത്തെ എലമെന്റിനെ ബി എന്ന് വിളിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ബിയിലേക്ക് 6 വരും. ഇനി നമുക്ക് ചെയ്യേണ്ടത് ബി ഓപ്പറേറ്റർ എ എന്ന ക്രമത്തിലാണ് ചെയ്യേണ്ടത്. അപ്പോ ബി എന്ന് പറയുന്ന 6 ആണ്, നമ്മുടെ ഓപ്പറേറ്റർ പ്ലസ് ആണ്. അപ്പോ 6 പ്ലസ് 2 അതാണ് 8 എന്ന് പറയുന്ന വാല്യൂ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. 6 പ്ലസ് 2 8 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ റിസൾട്ട് തിരിച്ച് സ്റ്റാക്കിലേക്ക് വെക്കണം. നമ്മുടെ സ്റ്റാക്കിൽ നിന്നും 2ഉം 6ഉം എടുത്ത് മാറ്റിയിരുന്നു. ഇനി സ്റ്റാക്കിൽ എവിടെ 5 മാത്രമേ ഉള്ളൂ. 5ന്റെ മുകളിലായിട്ട് 8 വെക്കുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത് കിട്ടുന്ന ഓപ്പറേറ്റർ ഇൻറ്റു ആണ്. ഇൻറ്റു വന്നു കഴിഞ്ഞ ഇൻറ്റു ഓപ്പറേറ്റർ ആണ്. ഓപ്പറേറ്റർ വന്നു കഴിഞ്ഞാൽ സ്റ്റാക്കിന്റെ മേളിലുള്ള 2 എലമെന്റിനെ നമുക്ക് റിമൂവ് ചെയ്യാം. ഇവിടെ റിമൂവ് ചെയ്യുന്ന ആദ്യത്തെ എലമെന്റ് 8, അതിനെ എ എന്ന് വെച്ചു. റിമൂവ് ചെയ്യുന്ന രണ്ടാമത്തെ എലമെന്റ് 5, അതിനെ ബി എന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ട് ബി ഓപ്പറേറ്റർ എ ചെയ്യുക, അതായത് 5 ഇൻറ്റു എ, അതായത് 8 ചെയ്തു. അത് 40 എന്ന് കിട്ടി. ഇനി ചെയ്യേണ്ടത് ഈ 40 തിരിച്ച് സ്റ്റാക്കിലേക്ക് വയ്ക്കുക എന്നുള്ളതാണ്. സ്റ്റാക്കിൽ ഇപ്പൊ ഒന്നും തന്നെ ഇല്ല, 5ഉം 8ഉം നമ്മൾ റിമൂവ് ചെയ്തു. ഇപ്പൊ കിട്ടിയ 40 തിരിച്ച് സ്റ്റാക്കിലേക്ക് വെച്ചു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് പിയിലേക്ക് തന്നെ വരുമ്പോ ഇനി അടുത്ത് വരുന്നത് 12 ആണ്. 12 ഓപ്പറാൻഡ് ആണ്, അതുകൊണ്ട് തന്നെ സ്റ്റാക്കിലുള്ള 40യുടെ മുകളിലായിട്ട് 12 വയ്ക്കാൻ പറ്റും. അത് കഴിഞ്ഞ് അടുത്ത് വരുന്നത് 4 ആണ്. 4ഉം ഓപ്പറാൻഡ് ആണ്, അതുകൊണ്ട് തന്നെ 40, 12, 4 എന്ന സ്റ്റാക്ക് വരും. ഇനി അടുത്ത് വരുന്നത് സ്ലാഷ് ആണ്, ഓപ്പറേറ്റർ ആണ് സ്ലാഷ്. ഓപ്പറേറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ടത് ടോപ്പിലുള്ള 2 എലമെന്റ്സിനെ റിമൂവ് ചെയ്യുക. ആ റിമൂവ് ചെയ്യുന്ന ആദ്യത്തെ എലമെന്റിനെ എ എന്ന് വെക്കുക, രണ്ടാമത്തെ എലമെന്റിനെ ബി എന്ന് വെച്ചു. അപ്പോ എയില് 4ഉം ബിയില് 12ഉം വന്നു. എന്നിട്ട് ബി ഓപ്പറേറ്റർ എ ചെയ്യുക, അതായത് 12 നമ്മുടെ ഓപ്പറേറ്റർ സ്ലാഷ് ആണ്. 4 ചെയ്തു, ഈക്വൽസ് 3 കിട്ടുന്നു. ആ 3 തിരിച്ച് സ്റ്റാക്കിലേക്ക് വെക്കണം. സ്റ്റാക്കിൽ ഇപ്പൊ 40 ഉണ്ട്, 3 വെച്ചു. ഇനി അടുത്തത് പിയിൽ നിന്നും സ്കാൻ ചെയ്യുന്ന സിമ്പൽ മൈനസ് ആണ്. മൈനസ് സ്കാൻ ചെയ്തു. ഓപ്പറേറ്റർ ആയതുകൊണ്ട് തന്നെ സ്റ്റാക്കിലെ ടോപ്പിലുള്ള 2 എലമെന്റിനെ റിമൂവ് ചെയ്യണം. ആദ്യത്തേത് 3 എന്ന് വെച്ചു, രണ്ടാമത്തേത് ബി 40 എന്ന് വെച്ചു. എന്നിട്ട് ബി ഓപ്പറേറ്റർ എ ചെയ്തു, അതായത് 40 മൈനസ് 3 ചെയ്തു. കിട്ടുന്ന റിസൾട്ട് 37. ആ 37 തിരിച്ച് സ്റ്റാക്കിലേക്ക് വെക്കണം. സ്റ്റാക്ക് ഇപ്പൊ എം ടി ആണ്, അതിനകത്ത് ഒന്നുമില്ല. അത് കഴിഞ്ഞ് വീണ്ടും പി സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു റൈറ്റ് ബ്രാക്കറ്റ് ആണ്. അൽഗോരിതം പറയുന്നത് റൈറ്റ് ബ്രാക്കറ്റ് എത്തുന്നത് വരെ മാത്രം റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു സ്കാനിങ്ങും സ്റ്റാക്കിലേക്ക് ആഡ് ചെയ്യുന്ന കാര്യങ്ങളും ചെയ്താൽ മതി എന്നുള്ളതാണ്. അപ്പോൾ റൈറ്റ് ബ്രാക്കറ്റ് എത്തി നമുക്ക് ഈ 2 സ്റ്റെപ്പും സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സാധിക്കും.
അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് പറയുന്നത് ഇപ്പൊ നമുക്ക് സ്റ്റാക്കിൽ എന്താണോ ഉള്ളത് അതാണ് പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷന്റെ റിസൾട്ട് എന്നുള്ളതാണ്, ഇവാലുവേഷൻ റിസൾട്ട് എന്നുള്ളതാണ്. നമ്മുടെ 37 ആണ് സ്റ്റാക്കിന്റെ ടോപ്പിലുള്ളത്. അതാണ് പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷന്റെ റിസൾട്ട്. താങ്ക് യു.